ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുള്ള സ്നാക്സ് ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത്. പൊട്ടറ്റോ റിങ്സ് ആണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പൊട്ടറ്റോ റിങ്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. അത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും മതി നമുക്കിത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോ നന്നാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇതിന് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന പൊട്ടറ്റോ നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഞാൻ പൊട്ടറ്റോ വേവിക്കുന്നതിന് വേണ്ടി അത് ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാനിതിൽ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പൊട്ടാറ്റോ ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. പൊട്ടറ്റോയിൽ ധാരാളമായിട്ടുള്ള സ്റ്റാർച്ചും അതുപോലെ തന്നെ ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പൊട്ടറ്റോ ഒക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വളരുന്ന കുട്ടികളുടെ ഫുഡിൽ മെയിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. അത് ഉരുളക്കിഴങ്ങൊക്കെ ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് മല്ലിയില അരിഞ്ഞതാണ്. അത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയുമാണ് ഇട്ടിരിക്കുന്നത്. അത്രയും ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടയാത്തതൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ച് നന്നാക്കി തന്നെ ഉടച്ചെടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാത്തത് കൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിങ്ങനെ തന്നെ കുഴയ്ക്കുക. ഉരുളക്കിഴങ്ങിലൊക്കെ ആവശ്യത്തിനുള്ള ജലാംശം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രം മതി. വെള്ളം ചേർക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ ഞാനിവിടെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരെളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് നീളത്തിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു റിങ്ങിൻ്റെ രൂപത്തിലാക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് ഒട്ടലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഷേപ്പൊന്നും ആയിട്ട് വരണമെന്നില്ല. നമുക്ക് പറ്റുന്നത് പോലെ റിങ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പം ദാ ഞാനിവിടെ ആവശ്യത്തിന് റിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ റിങ് ആക്കണമെന്നൊന്നുമില്ല, നീളത്തിൽ ചെയ്തെടുക്കുക. ഇപ്പം തന്നെ ഞാൻ ബാക്കിയുള്ളവയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാനിവിടെ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയ ശേഷം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റിങ്ങൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലെ റിങ്ങിന് ഓരോന്നിനും ഓരോ ഷേപ്പാണ്. കാരണം ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മകൻ കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവനും ഞാനും കൂടി ചേർന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ചെറുതും വലുതുമായിട്ടുള്ള റിങ്ങൊക്കെ അതിൽ കാണാവുന്നതാണ്. ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം എന്താ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ട് നമ്മുടെ സ്നാക്സ് ഇപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്നും പുറത്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടെന്ന് വെച്ചാൽ അതുപോലെ എടുത്താൽ മതി. ഈ സ്നാക്ക് ക്രിസ്പി ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അല്ലാതെ എടുക്കുമ്പോൾ അത് നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഉരുളക്കിഴങ്ങ് കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ സ്നാക്സ് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.